Hi dear students. നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ് ഐഗൺ വാല്യൂസ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഉണ്ടാവുക എപ്പോഴാണ് നമുക്കറിയാം. അതായത് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവുക. എ ഇൻവേഴ്സ് കിട്ടിയാൽ എയും എ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറയുന്ന റിസൾട്ട് ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ലാംഡ ഈക്വൽ ടു 0 അതിന്റെ ഐഗൺ വാല്യൂ അല്ലാതിരിക്കണം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എ എന്നുള്ള മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആണ് ലാംഡ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലാംഡയിൽ എ എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ n ആണെങ്കിൽ n ഡിഗ്രിയിൽ ഒരു പോളിനോമിയൽ ഉണ്ടാവും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. സോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ n ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ലാംഡ റേസ് ടു n ടേം ഉണ്ടാവും, ലാംഡ റേസ് ടു n-1 ടേം, അങ്ങനെ കോൺസ്റ്റന്റ് ടേം വരെ ഉണ്ടാവും. ഇനി ലാംഡ ഈക്വൽ ടു 0 ഇതിന്റെ എന്താ പറയാ ഡിറ്റർമിന്റ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ ആയിരിക്കും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും. ഇനി ലാംഡ ഈക്വൽ ടു 0 എന്നുള്ളത് ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ സി എൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആവേണ്ടി വരും. ലാംഡ ഈക്വൽ ടു 0 എന്ന് ഇട്ടെടുത്താൽ ഈ ടേം ലാംഡ എല്ലാ ടേമും 0, പിന്നെ ലാംഡ അല്ലാത്ത ടേം എന്താണ്? സി എൻ മാത്രമേ ഉണ്ടാവും. പുട്ട് ലാംഡ ഈക്വൽ ടു 0 ഇൻ ദിസ് ഇക്വേഷൻ. അപ്പൊ ലാംഡ ഈക്വൽ ടു 0 ഒരു ഐഗൺ വാല്യൂ ആവണമെങ്കിൽ സി എൻ്റെ വാല്യൂ 0 ആവേണ്ടി വരും. പക്ഷേ ഇനി ഡിറ്റർമിൻ ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. ഇനി ഈ ഇതില് ലാംഡക്ക് 0 കൊടുത്താൽ ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ, ലാംഡ 0 ആയാലും 0 ഇൻറ്റു ഐ എന്നാവില്ലേ? അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ ഈക്വൽ ടു സി എന്നാവും. മൈനസ് എ എന്ന് പറഞ്ഞാൽ ഒരു എ എന്നുള്ള മെട്രിക്സിൽ ഓരോ എൻട്രിക്കും നെഗറ്റീവ് കൊടുത്താലാണ്. അപ്പൊ അതിൽ നിന്ന് ഓരോ റോയിൽ നിന്നും ഓരോ -1 നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇപ്പൊ n റോയിൽ നിന്ന് -1n നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ -1n ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു സി എൻ എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സി എൻ അല്ലെ, ഡിറ്റർമിനന്റ് എ 0 ആണ് പറഞ്ഞാൽ സി എൻ 0. അപ്പോൾ ഇഫ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ സി എൻ നോട്ട് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സി എൻ 0 അല്ലാതിരിക്കണം. അപ്പോൾ ഈ മൂന്ന് ഇതും കണക്ട് ചെയ്ത് പറഞ്ഞില്ല. ഐഗൺ വാല്യൂ 0 അല്ലെങ്കിൽ സി എൻ 0 ആവില്ല, സി എൻ 0 അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എ 0 ആവില്ല, ഡിറ്റർമിനന്റ് എ 0 അല്ലെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവും. നേരത്തെ വെച്ച് ഡിറ്റർമിനന്റ് എ 0 അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ 0 അല്ലെങ്കിൽ സി എൻ 0 ആവില്ല, സി എൻ 0 അല്ലെങ്കിൽ എന്താ പറയാ ലാംഡ ഈക്വൽ ടു 0 ഐഗൺ വാല്യൂ ആവില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയുന്ന റിസൾട്ട്. ഇനി ഈ ഇൻവേഴ്സ് ഉണ്ടാവും, ഇൻവേഴ്സിലെ മെട്രിക്സിന് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0ക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രം ഉണ്ടാവുക. എന്ന് പറഞ്ഞാല് എക്സ് ഈക്വൽ ടു 0ക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമാവാൻ കാരണം എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് എ എന്നുള്ള n/n മെട്രിക്സ് ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ n ഇക്വേഷൻസ് ഉണ്ടാവും, n അൺനോൺസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ റാങ്ക്, അതായത് എ എന്നുള്ള മെട്രിക്സിന്റെ എ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എ എന്നുള്ള കോഎഫിഷ്യന്റ് മെട്രിക്സിനെ നമ്മൾ എത്ര റെഡ്യൂസ് ചെയ്താലും എവിടെ എത്തുക? ഐഡന്റിറ്റി മെട്രിക്സിലാണ് എത്തുക. അപ്പോൾ അതാണ് ഈ പറയുന്നത്. അതുപോലെ അപ്പോൾ എ ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ix ഈക്വൽ ടു 0 പറഞ്ഞാൽ x ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇതിന് ആകെ x ഈക്വൽ ടു 0 എന്നുള്ള സൊല്യൂഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഇനി അപ്പോൾ ഇങ്ങനെ എക്സ് ഈക്വൽ ടു ഈ ഇത്രയും കണ്ടീഷൻസ് ഇക്വലന്റ് ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് എന്റെ റാങ്ക് n ആണ്, എ ഹാസ് നള്ളിറ്റി 0,
ഇനി കേർണൽ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഈസ് 0. range of transformation is R in itself, TA 1 lambda equal to 0 is not an eigenvalue of A. ഇങ്ങനെ ഇത്രയും കണ്ടീഷൻസ് A ഇൻവെർട്ടിബിൾ ആണ് എന്നുള്ളതിന് ഇക്വലന്റ് ആയിട്ട് ഇത്രയും സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടിയും, അതായത് ടി എന്നുള്ളത് ഒരു വെക്ടർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്ടർ സ്പേസിലേക്ക്, അതേ വെക്ടർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കുക. ഇനി ഈ ഒരു ലീനിയർ ഓപ്പറേറ്ററിന്റെ ഐഗൺ വെക്ടർ പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. അതായത് ടി ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ടൈംസ് എക്സ് ആണെങ്കിൽ എ എന്നുള്ള മെട്രിക്സിന് ടി എന്നുള്ളതായി ഉള്ളൂ. അപ്പൊ ടി ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണെങ്കിൽ വി സേ ദാറ്റ് ലാംഡ ഈസ് ആൻ ഐഗൺ വാല്യൂ ആൻഡ് എക്സ് ഈസ് ആൻ ഐഗൺ വെക്ടർ ഓഫ് ദ മെട്രിക്സ് ടി. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി അല്ലെങ്കിൽ ലീനിയർ ഓപ്പറേറ്റർ, ഒരേ സെറ്റിൽ നിന്ന് ഒരേ സെറ്റിലേക്ക് ആകുമ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ഓപ്പറേറ്റർ എന്നാണ് പറയാം. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. അതായത് എക്സ് ഇ റേസ് ടു ലാംഡ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാ ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ്. അപ്പോൾ ഈ ഇ റേസ് ടു ലാംഡ എക്സിന് ഒരു എക്സ് ആയിട്ട് ഒരു വെക്ടർ ആയിട്ട് കണ്ടാൽ ആ വെക്ടറിനെ ഡി എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ലാംഡ പുറത്തുണ്ടാവും, ആ വെക്ടർ തന്നെ ഇവിടെ വരികയും ചെയ്യും. സോ lambda is an eigenvalue of D and e raised to lambda x is an eigenvector of D corresponding to the eigenvalue lambda.